ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാം. അതിപ്പോ കാണുന്നവർക്ക് തോന്നും ഇതാണോ വലിയ ആന കാര്യം ചേനക്കാര്യം എന്നൊക്കെ നോക്കും. പക്ഷേങ്കില് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ അച്ഛനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആനക്കാര്യം തന്നെയാണ്, അല്ലയോ? മഴ പെയ്യുമ്പോഴും പിന്നെ ഓരോ കാര്യങ്ങള് പേടിച്ച് വിറച്ച് ഇവർ രണ്ടും ആരും ഇല്ലാതെ ഇതിനകത്ത് പേടിച്ച് വിറച്ച് കഴിയുകയായിരുന്നു. അപ്പം കുറച്ച് നല്ല മനസ്സുകൾ, അത് പാർട്ടിപരമായാലും സൗഹൃദപരമായാലും എല്ലാം നമുക്ക് ഇവിടെ അച്ഛനും അമ്മയ്ക്കും നല്ല ഉപകാരപ്രദമായിട്ടൊരു കാര്യം ചെയ്തേക്കുകയാണ്. അപ്പം കാര്യം എന്ന് വെച്ചാൽ ഈ വീട് മൊത്തം പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. മുകളിൽ മൊത്തവും ഓടും കഴുക്കോലും എല്ലാം നഷ്ടപ്പെട്ട് ഇടിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുമായിരുന്നല്ലയോ. അതെല്ലാം മാറ്റി കൊടുത്ത് നമ്മുടെ ഇവിടുത്തെ 6ാം വാർഡ്, കന്നിമല 6ാം വാർഡാണ് കടമാടി ഗ്രാമപഞ്ചായത്തിൻ്റെ. അപ്പം സർലാലാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ. ഇപ്പം ഇലക്ഷൻ സമയത്തൊക്കെ വരുമ്പോൾ ഓരോ വാഗ്ദാനങ്ങൾ പറയുന്നതിൻ്റെ കൂട്ട് ഓരോ ചെറിയ പുള്ളിക്ക് ഒക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ പലരെ കൊണ്ടും അവരെ ചേർത്ത് അവർ ചെയ്തു വന്നുകൊണ്ട് നമുക്ക് 1-2 കാര്യങ്ങൾ നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇത് നമ്മുടെ ലക്ഷ്മി അമ്മയും കന്നിമല ചരുവിളയിൽ വീട്ടിൽ ലക്ഷ്മി അമ്മയും നാരായണൻ അച്ഛനുമാണ്. അവരിപ്പം നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. കാരണം പേടിക്കാതെ പിന്നെ ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടാന്നുള്ളത്. ഓട് പൊളിഞ്ഞ് മേത്ത് വീഴുമെന്നൊന്നും പേടിക്കണ്ട. പിന്നെ അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ കാണുന്നവർക്ക് തോന്നും ഇത് വലിയ കാര്യമാണ്. പക്ഷെ അവർക്ക് ഇനി മുന്നോട്ട് വേണ്ടുന്നത് എല്ലാവരുടെയും ഒരു സഹായവും സ്നേഹവും ഒക്കെയാണ്. ഇപ്പം വേറെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും ജീവിതകാലം മുഴുവനും ഇനി ഉള്ള ജീവിതകാലം മുഴുവനും നല്ലോണക്ക് നിന്ന് പേടി കൂടാതെ കഴിയണമെന്നൊക്കെയാണ്. അന്നേരം പിന്നെ അങ്ങനെയുള്ളപ്പം അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയും പിന്നെ ഇവിടെ ഉള്ള നല്ലതായ പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന്, മെമ്പറും ഇവിടുത്തെ വാർഡ് പ്രസിഡന്റ് മെമ്പറും എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യം പുറത്തുനിന്ന് കാണുന്നതിനെക്കാട്ടിലും ആളുകൾക്ക് തോന്നും വലിയ കാര്യം. ഇത് തന്നെ വലിയ കാര്യം തന്നെയാണ്. അമ്മയുടെ അച്ഛൻ്റെ മുഖം കാണുമ്പം തന്നെ അറിയാം സന്തോഷത്തിലിരിക്കുകയാണെന്ന്. അതെ, എന്തായാലും പേടി കൂടാതെ അവർ കഴിയട്ടെ. ഇപ്പൊ ഇവിടെ ഇതുകൊണ്ടല്ല അവർ സഹായം. ഇനി നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവരുടെ എല്ലാം സഹായം ഉണ്ടാകും. എന്തായാലും വലിയ ആഗ്രഹങ്ങളൊന്നും ഇവർക്കിനിയില്ല. കൊച്ചു ആഗ്രഹങ്ങൾ കാണും. ഒരു മരുന്നിനായാലും ആശുപത്രി പോകുന്നതിനോ ഒരു തുണയൊക്കെ വേണ്ടി വരും. അപ്പൊ ഇവിടെ നിയമസഹായം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാൻ കുറെ നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊന്നും പറ്റാത്തത്. അതുകൊണ്ട് ഇവർ നേരിട്ട് തന്നെ അത് നടത്തി കൊടുത്ത്. അപ്പൊ അതിന്റെ ഒരു നിറവിലാണ് നിൽക്കുന്നത്. അപ്പൊ അമ്മയുടെ അച്ഛൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് ആ ആവശ്യം നിറവേറ്റി കൊടുത്ത് അവരെ സന്തോഷത്തിലിരുത്തിയൊക്കെയാണ്. മെമ്പറാണ് സർലാലാല്, ഇവിടുത്തെ 6ാം വാർഡ് കടമാടി പഞ്ചായത്തിന്റെ. മെമ്പർക്ക് പറയാനുണ്ട് അച്ഛൻ്റെ അമ്മയുടെ ഇനി അങ്ങോട്ട് ഇവരുടെ എല്ലാം തുണ ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം ഈ ഏറിയ കണ്ടാൽ തന്നെ ഒരുപാട് പാവങ്ങളുണ്ട്. പ്രത്യേകിച്ചും വഴിക്കാണ് വലിയൊരു ബുദ്ധിമുട്ട് വരുന്നത്. കയറി ഇറങ്ങി നടക്കാനൊക്കെ വലിയ പാട് വരുന്ന അവസരത്തിൽ ഇതുകൊണ്ടൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാ സഹായം ഇനി ഇവരുടെ ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്. ഒന്നുകൊണ്ടും പേടിക്കുകയും വിഷമിക്കൊന്നും വേണ്ട. മെമ്പർ എന്താ പറയുന്നത്? എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമല്ല. ഞാനിവിടെ ഇലക്ഷൻ വർക്കിനായിട്ട് വന്ന സമയത്ത് മേളിലെല്ലാം മൊത്തം ഈ ടാർപ്പ വലിച്ചു കെട്ടിയേക്കുമായിരുന്നു. അപ്പൊ എന്നോട് ആവശ്യപ്പെട്ടത് എനിക്ക് ഈ മേൽക്കൂര 2 മുറി മതി, അപ്പുറത്തെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ജയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞപ്പം പഞ്ചായത്തില് മെയിൻ്റെനൻസിനൊന്നും കൊടുത്തില്ലായിരുന്നോ? കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പ്രമാണത്തിന്റെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പോകാനില്ല. പിന്നെ മക്കളില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ കുടുംബ വീടാണ്. അന്നേരം അങ്ങനെ ആളുകളെല്ലാം പൊഴിഞ്ഞു പോയി ഓരോരോ കുടുംബമായിട്ട്. അപ്പം അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പലരെയും കണ്ടു, എല്ലാവരും സഹായിച്ചു. നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു അവരുദ്ദേശിച്ചതിൽ കൂടുതൽ ചെയ്യാൻ പറ്റി. അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അത്രയും വേണ്ട എന്നാണ് നമ്മൾ ചെയ്യാൻ വരുമ്പോൾ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുമായിരുന്നു. പക്ഷെ നമ്മുടെ കഴിക്കുള്ളിൽ നിന്ന് നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റി. പിന്നെ ഇനിയിപ്പോൾ അവർക്ക് മാസാമാസം മരുന്നിനുള്ള തുകയും കൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അമ്മയ്ക്കും അച്ഛനും ആഹാരവും മരുന്നുമാണ് ഇനി അങ്ങോട്ട് മെയിനായിട്ടും വേണ്ടുന്ന കാര്യം. അതിനെല്ലാം ഇവരുടെ തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു കാര്യമാണ് മെമ്പറുടെ പേരിൽ ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തിരിക്കുന്നത്. അതിലെന്തായാലും ദൈവാനുഗ്രഹം ഉണ്ടാകും. ഇവരുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇനിയും ഇതുപോണക്കുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം എന്തായാലും മുന്നോട്ട് കിടപ്പുണ്ട്. അതെന്തായാലും ചെയ്യാൻ കഴിയും. എല്ലാവരുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയും. അച്ഛനും അമ്മയും നന്ദി പറയുകയാണ്. നന്ദിയുടെ ആവശ്യമില്ല, അത് അവരുടെ ഒരു കടമയായിട്ട് അവർ കണക്ക് കൂട്ടിയിട്ടുണ്ട്.